ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമൻറ്റുകൾ സൂക്ഷിക്കുക. നമ്മൾ ഈ സബ് ഫോർ സബ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് സബ് ഫോർ സബ് എന്നോ അല്ലെങ്കിൽ ഡൺ എന്ന് ഒരു കൊടുക്കുകയോ അല്ലെങ്കിൽ ബാക്ക് പ്ലീസ് ഞാൻ നിങ്ങളെ കൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നെയും കൂട്ടാക്കണേ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കമൻറ്റുകൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാം ഫോൾഡറിലേക്ക് ചേഞ്ച് ചെയ്യും. അത് നമ്മുടെ സ്വന്തം ചാനലിൻ്റെ വാല്യൂസ് കുറയ്ക്കാനായിട്ട് കാരണമാകും. നാലാമത്തെ കാര്യം, നമ്മൾ ഒരേ സമയം തന്നെ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും യൂട്യൂബ് സിസ്റ്റം നമ്മുടെ ചാനലിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സബ് ഫോർ സബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ സബ് ഫോർ സബ് ചെയ്തവർ നമ്മുടെ വീഡിയോ കാണണം എന്നില്ല. നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യൂസ് കുറയും. അന്നേരം പ്രശ്നമുണ്ട്. സബ് ഉണ്ടായിട്ടും വ്യൂസ് യൂട്യൂബിൽ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത് നിർത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് വളരെ സ്ലോയിലായി തീരും. അപ്പോൾ നമ്മുടെ ചാനലിന് തന്നെയാണ് പണി കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സബ് ഫോർ സബ് ചെയ്യാതിരിക്കുക. നല്ല കണ്ടന്റുകൾ കണ്ടെത്തി നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാം. അത് മറ്റുള്ളവരെ നമ്മുടെ യൂട്യൂബിലേക്ക് ആകർഷിക്കും. ഈ കാര്യങ്ങളൊക്കെ പല യൂട്യൂബിലും നമുക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സബ് ഫോർ സബ് വഴി എനിക്ക് ഉണ്ടായ ഒരു വലിയ മാനസിക വിഷമം അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.